ഹലോ ഫുഡീസ്, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. റവയും പൊട്ടാറ്റോയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ സെയിം കപ്പിൽ തന്നെ അര കപ്പ് അളവിൽ തൈര് നമുക്ക് ഈ റവയിലോട്ട് ചേർത്ത് കൊടുക്കാം. റവയും തൈരും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു മാവ് റെഡിയാക്കി എടുക്കാം. ഒരല്പം തിക്കായിട്ടുള്ള ബാറ്ററാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് 2 പൊട്ടാറ്റോ ഞാനിവിടെ പുഴുങ്ങി ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. അത് പുഴുങ്ങിയ മുട്ട നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഉടച്ചെടുത്ത മുട്ടയെ കൂടി നമുക്ക് ഈ പൊട്ടാറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട കൂടി ചേർത്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് ശേഷം നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കധികം ലൂസായിട്ടുള്ള ഒരു ബാറ്റർ അല്ല വേണ്ടത്, ഒരു സെമി തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്, ഇഡ്ഡലി മാവൊക്കെ പോലെ. അപ്പോൾ ആ ഒരു പരുവാകുന്നത് വരെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. മാവിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് ഈ മാവ് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പൊട്ടാറ്റോ ഫില്ലിങ്സ് ഇതുപോലെ ഒരു റോൾ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്ത് ബാക്കിയുള്ള മാവ് കൂടെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള മാവ് നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് മാവിന് പകരം ഒരു 1/2 കപ്പ് മാവ് ആദ്യം ഒഴിച്ച ശേഷം പൊട്ടാറ്റോ ഫില്ലിങ്സ് ഇറക്കി വെക്കുക. എന്നിട്ട് ബാക്കി മുകളിൽ ഒഴിക്കുക. അതാവുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ഈ ഫില്ലിങ്സ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിതിവിടെ നിറയെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി സ്റ്റീം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണത്, അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നിറയെ ഒഴിച്ച് കൊടുത്തത് കാരണമാണ് അങ്ങനെ. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് പുറത്തേക്ക് എടുത്ത് നന്നായിട്ട് ചൂടാറിയ ശേഷം ആ മുകളിലെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി ായിട്ട് ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റവ റോൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, എല്ലാ സൈഡും ഒരേപോലെ.
എല്ലാ വശവും ഒരുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റി ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. എന്നും ഒരേപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. പുറമേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്, നല്ല കേക്ക് പോലെ. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് പൊട്ടാറ്റോയുടെയും എഗ്ഗിൻ്റെയും ആ ഒരു ഫില്ലിങ്സും കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്